അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചെങ്കിൽ ആള് നാട്ടിൽ പോയ സമയത്ത് ഇന്ന് കോഴിക്കോട് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് കുവൈത്തിലേക്ക് വരാനിരുന്ന ഒരു പ്രവാസിയെ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പറഞ്ഞയച്ചു. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചെങ്കിൽ ആള് നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ നിന്നാണ് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തത്. പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തിട്ട് പുതിയ പാസ്പോർട്ടിലേക്ക് വിസ മാറ്റി അടിച്ചിട്ടില്ല. ആളെ കയ്യിലുള്ള സിവിൽ ഐ ഡി പഴയ പാസ്പോർട്ട് നമ്പറുള്ള സിവിൽ ഐ ഡി ആണ്. അപ്പൊ എമിഗ്രേഷൻ നല്ല തിരിച്ചു പറഞ്ഞയച്ചത് എയർ ഇന്ത്യന്റെ കൗണ്ടറിൽ നിന്ന്, അതായത് ലഗേജ് ഇടുമ്പോൾ. അപ്പൊ അവിടുന്ന് സിവിൽ ഐ ഡി ചെക്ക് ചെയ്ത് പാസ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പാസ്പോർട്ടിൽ സിവിൽ ഐ ഡി ഉള്ള പാസ്പോർട്ട് നമ്പർ മാറ്റുള്ളത് കൊണ്ട് അവർ യാത്ര ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുപോയെങ്കിൽ അവിടെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫൈൻ ഉണ്ട്, അത് കൂടാതെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിട്ടും കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് സിവിൽ ഐ ഡിയിലും പാസ്പോർട്ടിലുള്ള പാസ്പോർട്ട് നമ്പർ ഒന്നായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ്. നമ്മൾ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കി കഴിഞ്ഞെങ്കിൽ പുതിയ പാസ്പോർട്ടിലേക്ക് നമ്മുടെ വിസ മാറ്റിയടിക്കണം. അതിന്റെ ശേഷം നമ്മൾ സിവിൽ ഐ ഡിക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മൊബൈൽ സിവിൽ ഐ ഡിയിൽ പുതിയ പാസ്പോർട്ട് നമ്പർ വരും. അപ്പൊ സുഹൃത്തുക്കൾ, ഇത് എയർ ഇന്ത്യക്ക് ആണ് ഇപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ ഇന്ന് ഡേറ്റ് 15/5/2025. മറ്റുള്ള ഫ്ലൈറ്റിന് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റായി ഒന്ന് രേഖപ്പെടുത്ത്. ഞാൻ ഇത് പറയാൻ വേണ്ടി കാരണം ഇപ്പോൾ കുറെ ആൾക്കാർ കമന്റുമായി വരും, ഇന്നലെ ഇവിടെ എത്തിയതാണ്, മിനിയാന്ന് എത്തിയതാണെന്നുള്ള. ഇത് ഇന്ന് എയർ ഇന്ത്യക്ക് സംഭവിച്ചതാണ്. അപ്പൊ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കിയെങ്കിൽ പുതിയ പാസ്പോർട്ടിലേക്ക് വിസ മാറ്റിയെടുക്കണം. അതിന്റെ ശേഷം സിവിൽ ഐ ഡിക്ക് അപ്ലൈ ചെയ്യണം. അതിന്റെ പേയ്മെന്റ് കെട്ടിക്കഴിഞ്ഞെങ്കിൽ മൊബൈൽ സിവിൽ ഐ ഡിയിൽ പുതിയ പാസ്പോർട്ട് നമ്പർ വരും.